മമതാ ബാനർജി വെറുമൊരു രാഷ്ട്രീയക്കാരിയല്ല, മറിച്ച് ഒരു നിയമവിദഗ്ധ കൂടിയാണെന്ന് തെളിയിക്കുന്നതായിരുന്നു ഇന്നലെ സുപ്രീം കോടതിയിൽ നടന്ന സംഭവങ്ങൾ. SIR വിഷയത്തിൽ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി സുപ്രീം കോടതിയിൽ നേരിട്ട് ഹാജരായി കേസ് വാദിച്ചു എന്നത് ഇന്ത്യൻ രാഷ്ട്രീയ ലോകവും നിയമലോകവും ഒരുപോലെ ഉറ്റുനോക്കിയ സംഭവമാണ്. കേവലം ഒരു മുഖ്യമന്ത്രി കോടതിയിൽ വരുന്നു എന്നതിലുപരി വരാനിരിക്കുന്ന ബംഗാൾ തെരഞ്ഞെടുപ്പിന്റെ ഗതി നിശ്ചയിക്കുന്ന വളരെ ഗൗരവകരമായ ചില വിഷയങ്ങളാണ് അവിടെ ചർച്ച ചെയ്യപ്പെട്ടത്. എന്താണ് ഈ കേസ്? മമതാ ബാനർജി കോടതിയിൽ ഉയർത്തിയ വാദങ്ങൾ എന്തൊക്കെയായിരുന്നു? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബംഗാളിൽ SIR നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് മമതയെ കോടതിയിലെത്തിച്ചത്. ഈ നടപടിയിലൂടെ ഏകദേശം 58 ലക്ഷത്തോളം വോട്ടർമാരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയെന്നാണ് പശ്ചിമ ബംഗാൾ സർക്കാരിന്റെ പരാതി. കൂടാതെ BJP ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ നിന്നും മധ്യപ്രദേശിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥരെ ബംഗാളിൽ നിരീക്ഷകരായി നിയമിച്ചതിനെയും മമത ചോദ്യം ചെയ്യുന്നു. ഇത് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള നീക്കമെന്നാണ് അവർ ആരോപിക്കുന്നത്. ഇന്നലെ കോടതിയിലെത്തിയ മമത ഒരു അഭിഭാഷക എന്ന നിലയിൽ തന്റെ വാദങ്ങൾ അവതരിപ്പിക്കാൻ ചീഫ് ജസ്റ്റിസിനോട് പ്രത്യേക അനുമതി തേടിയിരുന്നു. കോടതി ഇത് അനുവദിക്കുകയും ചെയ്തു. അയൽ സംസ്ഥാനമായ അസമിലോ മറ്റ് 4 സംസ്ഥാനങ്ങളിലോ ഇല്ലാത്ത എന്തടിയന്തര സാഹചര്യമാണ് ബംഗാളിലുള്ളത് എന്നാണ് മമത കോടതിയിൽ പ്രധാനമായും ഉയർത്തിയ ചോദ്യം. പേരുകളിലെ ചെറിയ അക്ഷര പിശകുകൾ കാണിച്ച് ദശലക്ഷക്കണക്കിന് ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റുന്നത് ജനങ്ങളുടെ മൗലികാവകാശത്തിന്മേലുള്ള ബുൾഡോസർ പ്രയോഗമാണെന്നും അവർ കോടതിയിൽ വാദിച്ചു. മമതാ ബാനർജി തന്നെയാണ് പ്രധാനമായും വാദങ്ങൾ നയിച്ചതെങ്കിലും അവരെ സഹായിക്കാൻ വലിയൊരു നിയമസംഘവും കോടതിയിലുണ്ടായിരുന്നു. തൃണമൂൽ കോൺഗ്രസിനും ബംഗാൾ സർക്കാരിനും വേണ്ടി സ്ഥിരമായി ഹാജരാകാറുള്ള മുതിർന്ന അഭിഭാഷകൻ മനോജ് സിംഗ്വി മമതയ്ക്കൊപ്പമുണ്ടായിരുന്നു. സാങ്കേതികമായ ചില നിയമവശങ്ങൾ വിശദീകരിക്കുന്നതിൽ അദ്ദേഹം മമതയെ സഹായിച്ചു. പശ്ചിമ ബംഗാൾ അഡ്വക്കേറ്റ് ജനറലും മറ്റ് സീനിയർ കൗൺസിലർമാരും കോടതിയിൽ ഹാജരായിരുന്നു. രേഖകളും ഫയലുകളും ക്രോസ് റെഫറൻസ് ചെയ്യാൻ ഇവർ മമതയ്ക്ക് പിന്തുണ നൽകി. ഞാൻ ഇവിടെ നിൽക്കുന്നത് വോട്ടർമാർക്ക് വേണ്ടിയാണ്. ഞാനിവിടെ ഒരു മുഖ്യമന്ത്രിയായല്ല നിൽക്കുന്നത്. വോട്ടർ പട്ടികയിൽ നിന്ന് അന്യായമായി പുറത്താക്കപ്പെട്ട ലക്ഷക്കണക്കിന് ദരിദ്രരായ ജനങ്ങളുടെ ഏക പ്രതീക്ഷയായാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് മമത തന്റെ വാദങ്ങൾ ആരംഭിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബംഗാളിനോട് മാത്രം വിവേചനം കാണിക്കുന്നുവെന്നും എന്തുകൊണ്ടാണ് ഉത്തർപ്രദേശിൽ നിന്നോ ഗുജറാത്തിൽ നിന്നോ ഉള്ള ഉദ്യോഗസ്ഥരെ ഇവിടെ നിരീക്ഷകരായി കൊണ്ടുവരുന്നത് എന്നും മമത ചോദിച്ചു. ബംഗാളിലെ ഉദ്യോഗസ്ഥരെ വിശ്വസിക്കാൻ കമ്മീഷൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണെന്നും അവർ സുപ്രീം കോടതിയിൽ ചോദിച്ചു. ഓൺലൈനായി അപേക്ഷിക്കാൻ കഴിയാത്ത സാധാരണക്കാരായ ഗ്രാമീണരെ ഇന്റർനെറ്റിന്റെയും സാങ്കേതികതയുടെയും പേരിൽ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയാണെന്നും ഇത് നീതിയല്ലെന്നും മമത കോടതിയിൽ വാദിച്ചു. ഒരാളുടെ പേരിൽ ഒരക്ഷരം അധികം വന്നാലോ അല്ലെങ്കിൽ ഒരക്ഷരം മാറിപ്പോയാലോ അയാൾ വിദേശിയാകുമോ എന്നും വർഷങ്ങളായി വോട്ട് ചെയ്യുന്നവരെ ഇത്തരം നിസ്സാര കാരണങ്ങൾ പറഞ്ഞൊഴിവാക്കുന്നത് ക്രിമിനൽ കുറ്റത്തിന് തുല്യമാണെന്നും മമത കോടതിയിൽ പറഞ്ഞു. ഇത്രയും വലിയൊരു തിരുത്തൽ പ്രക്രിയ വെറും 90 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ നിർബന്ധിക്കുന്നത് വോട്ടർമാരെ ബോധപൂർവം ഒഴിവാക്കാനാണെന്നും മമത സുപ്രീം കോടതിക്ക് മുൻപാകെ ബോധിപ്പിച്ചു. മമതയുടെ വാദങ്ങൾ കേട്ട സുപ്രീം കോടതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വ്യക്തത തേടിയിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥരെ ബംഗാളിൽ നിരീക്ഷകരായി നിയമിച്ചത് എന്തിനാണെന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി ചോദിച്ചു. നിസ്സാരമായ അക്ഷര പിശകുകളുടെ പേരിൽ വോട്ടർമാരെ ഒഴിവാക്കരുത് എന്ന് കോടതി കർശന നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. മാത്രമല്ല, വോട്ടർ പട്ടിക പുതുക്കാനുള്ള സമയപരിധി നീട്ടി നൽകുന്ന കാര്യവും കോടതിയുടെ പരിഗണനയിലാണ്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണിപ്പോൾ. നിലവിൽ കേസ് ഫെബ്രുവരി 9 മാറ്റിവെച്ചിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഇത്തരം വലിയ കേസുകളിൽ പ്രമുഖ അഭിഭാഷകരെയാണ് മുഖ്യമന്ത്രിമാർ നിയോഗിക്കാറുള്ളത്. എന്നാൽ മമത ഈ കേസ് സ്വയം വാദിക്കാൻ തീരുമാനിച്ചതിന് പിന്നിൽ കൃത്യമായ ചില രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. ബംഗാളിലെ ജനങ്ങളുടെ വോട്ടവകാശം സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിന്റെ മുൻപന്തിയിൽ താൻ ഉണ്ടെന്ന് സ്ഥാപിക്കാൻ അവരുടെ നേരിട്ടുള്ള സാന്നിധ്യത്തിന് സാധിച്ചിട്ടുണ്ട്. ഒരു മുഖ്യമന്ത്രി തന്നെ നേരിട്ട് കോടതിയിലെത്തുന്നത് വിഷയത്തിന്റെ ഗൗരവം ദേശീയ തലത്തിൽ ചർച്ചയാക്കാനും സഹായിച്ചു.